അൽ ഹലീം, അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട അൽ ഹലീം. ഓരോ ഇസ്മിനും ഓരോരോ അർത്ഥങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് പഠിക്കപ്പോൾ ഈ സന്ദർഭത്തിലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ ഇൻഷാ അല്ലാഹ് ഏതാനും കുറച്ച് ക്ലാസ്സുകൾ, ചിലപ്പോൾ ചില മാസങ്ങളോടടുത്ത് നിന്ന് വരും, എന്നാലും സാരമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അതൊരു ഏകദേശം ഒരു ആകത്തുക അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അസ്മാഉൽ ഹുസ്ന പഠിച്ചാൽ മനസ്സിലാവും അള്ളാഹു എന്താണ് നമുക്കറിയില്ല. അള്ളാഹു വാട്ട് ഈസ് ഹി മെയ്ഡ് ഓഫ്, അങ്ങനെ ചിന്തിക്കാൻ തന്നെ പറ്റൂല എന്നാ. പക്ഷെ അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയത്, റബ്ബ് തആലയെ പരിചയപ്പെടുത്തിയത് അള്ളാഹിന്റെ നാമങ്ങളിലൂടെയാണ്. ഇന്ന ആള്, ഇന്ന കഴിവുള്ള ആള്, ഇന്ന കോഴ്സ് പാസ്സായ ആൾ എന്ന് പറയുമ്പോൾ ഒരാളെ നമുക്ക് അറിയാൻ പറ്റും, ആളെ കണ്ടിട്ടില്ലെങ്കിൽ എന്ന പോലെ അള്ളാഹുവിന്റെ ഇസ്മുകൾ അറിയുമ്പോൾ അള്ളാഹുവിനെ അറിയാൻ പറ്റുന്ന. അതുകൊണ്ട് നമുക്കതിന്റെ ആശയങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകൾ പഠിച്ചെടുക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ചില ഇസ്മുകളുടെ സിറുകളാണ് പറയുന്നത്. ഇതൊക്കെ മഹാന്മാരായ ആളുകൾ അവരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അൽ ഹലീം, ഹലീം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവധാനതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അതായത് പെട്ടെന്ന് ധൃതിപ്പെട്ട പെട്ടെന്നൊരു മറുപടി പറയാം, അങ്ങനെ ചെയ്യരുതെന്ന. പറയാനുള്ളതൊക്കെ പറഞ്ഞു കേൾക്കണം, അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ട് സമാധാനമായിട്ട് പിന്നെ മറുപടി പറഞ്ഞാൽ മതി. ഹിൽമ് വേണമെന്നാ. ഒറ്റടിക്ക് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അങ്ങോട്ട് മറുപടി അത് വേണ്ടെന്ന്. ഹിൽമ് വേണം, സമയം കൊടുക്കണം. ശത്രുക്കളാണെങ്കിൽ അവർക്ക് പറഞ്ഞു തീരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. അപ്പൊ ആ സമാധാനം അവർക്ക് കിട്ടാതെ നമ്മൾ എന്ത് മറുപടി പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ സമാധാനം കിട്ടേണ്ട തിരക്കിലാണ്. നമ്മൾ ഓണൊക്കെ കണ്ടില്ലേ, എല്ലാവരും പറയുമ്പോഴൊക്കെ സമാധാനാവും. അപ്പൊ കുറെ ഓലൊക്കെ എല്ലാവരും അടിയൊക്കെ കഴിഞ്ഞ് ഒരു കൈയൊക്കെ കഴിഞ്ഞ് കൊയമ്പൊക്കെ തേച്ച് അടിച്ചതിന്റെ സമാധാനമൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്കൊരു മറുപടി പറഞ്ഞു കൊടുക്കാം. ധൃതിപ്പെട്ട് ചെയ്യുക. ഹിൽമ് വേണമെന്നാണ്. അത് അള്ളാഹുവിന്റെ ഒരു സിഫത്തിൽപ്പെട്ടതാണെന്നാണ്. ഹിൽമ് വേണം. അവധാനതയോടെ കാര്യങ്ങൾ എന്ത് ചെയ്യാവൂ, നമ്മൾ സമീപിക്കാവൂ. ധൃതിപ്പെട്ട് എന്തെങ്കിലും ചെയ്യാം. ചില കുടുംബകാര്യങ്ങളൊക്കെ ധൃതിപ്പെട്ട് തൊലാഖിലേക്ക് എത്തിപ്പോവും. ഒരു പക്ഷേ ആ നേരത്ത് ചൂടാവുമ്പോൾ അതൊക്കെ വന്നു പോയേക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തണുക്കുമ്പോ സാരല്ല, അത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാവുന്ന വിഷയം ഉണ്ടാവുള്ളൂ. പക്ഷെ ധൃതി ചെയ്താൽ അൽ അജലത്തു മിനശ് ശൈത്വാൻ, ധൃതി ചെയ്യുന്നത് പിശാചിന്റെ ഭാഗമാണ്. അൽ അജലത്തു, നമ്മൾ അജലത്ത് പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞ പരിപാടി ഒരിക്കലും ചെയ്യരുതെന്ന്. ഇല്ലാ ഫി അമലിൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിലല്ലാതെ. പരലോകത്തേക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് വേഗം ചെയ്യണം, അത് പിന്നെ കാത്തുക്കരുത്. തൗബ ചെയ്യാം, അത് വേഗം തൗബ ചെയ്യാം. നല്ല കാര്യങ്ങൾ ചെയ്യാം, അത് വേഗം ചെയ്യാം. ആലോചിച്ച് നിന്നാ പോയി പോകും, ഇബ്ലീസ് തട്ടിയെടുക്കും. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഹലീമാണ്. അപ്പൊ നമുക്ക് സ്വബോധം നഷ്ടപ്പെടുക, ബുദ്ധിയില്ലാതെ പെരുമാറുക, ബുദ്ധിയില്ലാതെ സംസാരിക്കുക, അങ്ങനെയൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അൽ ഹലീം എന്ന് പറയുന്ന ഇസ്മ കൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് തവസ്സുൽ ചെയ്യണം. അള്ളാഹു തആലയോട്, പടച്ചവനെ നീ ഹലീമല്ലേ, അള്ളാഹു നീ എനിക്ക് ഹിൽമ് തരണേ എന്നാണ് ആ ഹലീം എന്ന് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയം അതാണ്. അപ്പൊ അങ്ങനെ ഒരു ധൃതി വരുന്ന ആളാണ്, പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരാണ്. അള്ളാഹുവിന്റെ ഹലീം എന്ന ഇസ്മ ഒരു പതിവാണ്. എത്ര തവണയാണ് ഹലീം വിശുദ്ധ ഖുർആനിൽ വന്നെന്ന് ചോദിച്ചാൽ 15 തവണയാണ്. 15 തവണ അള്ളാഹു ഹലീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആലിമീങ്ങൾ പറയാം, 15 തവണ യാ ഹലീമു യാ ഹലീമു യാ ഹലീമു യാ ഹലീമു എന്ന് രാവിലെയും വൈകുന്നേരവും 15 തവണ അള്ളാഹുവിന്റെ ഈ ഇസ്മ വെച്ച് ദുആ ചെയ്താൽ, അള്ളാഹു കഴിവുള്ളവനാണെന്ന ബോധമുള്ള മുഅ്മിനാണ് ദുആ ചെയ്യുന്നത്, അല്ലേ? ആ ബോധത്തോടുകൂടെ നമ്മൾ ദുആ ഇരുന്നാൽ അള്ളാഹു മനസ്സമാധാനവും ആ നമ്മുടെ ധൃതിയും അനാവശ്യമായ നമ്മുടെ ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുന്ന ആ ഒരു അസുഖങ്ങളും ഒക്കെ അള്ളാഹു തആല പരിഹരിച്ചു തരുന്നതാണ്. ക്ഷമ വരും, തന്റെ ഇടം വരും. യാ ഹലീം യാ ഹലീം 15 തവണ. എത്ര തവണ അള്ളാഹു ഉപയോഗിച്ചു? 15 തവണ. സുബ്ഹാനല്ലാഹ്. അർ റഹീം, അള്ളാഹുവിന്റെ റഹ്മാനിയത്ത്. പടച്ചവനെ നീ കാരുണ്യം തരണം റബ്ബേ, അള്ളാഹു നീ കരുണ തരണം. നമ്മളൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ എങ്ങനെ ജീവിക്കാനാ? നമ്മൾ എന്ത് കുരുത്തക്കേട് ചെയ്താലും അള്ളാഹു നമ്മൾ അത്ര പെട്ടെന്ന് ആ സെക്കൻഡിൽ മരിപ്പിക്കുകയാണെങ്കിൽ തൗബ പോലും ചെയ്യാൻ കഴിയാതെ നമ്മളായി പോകൂലേ? പക്ഷെ അള്ളാഹുവിന്റെ ഹിൽമ, അവന്റെ റഹ്മാനിയത്താണത്. സാരല്ല, ഒന്ന് ഉറങ്ങിയെണീറ്റ് ഒന്ന് ബോധം വന്നാൽ ശരിയാവും. അതിപ്പോ ആ നേരത്തോ എന്റെ തല അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്, സാരല്ല എന്ന അള്ളാഹുവിന്റെ ഒരു റഹ്മത്ത് ഏത് നേരവും അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും റഹ്മത്ത് നഷ്ടപ്പെടുന്ന വിഷയം വന്നു, ഇപ്പൊ ജോലി നഷ്ടപ്പെടുന്ന 1-2 ആളുകൾ അങ്ങനെ സൂചിപ്പിച്ചു, കമ്പനിയിൽ ലെറ്റർ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരും. നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് വേണം. കാരുണ്യം ഉണ്ടെങ്കിലല്ലേ മൈഷത്ത് ഉണ്ടാവൂ, മൈഷത്ത് ഉണ്ടെങ്കിലേ കുടുംബം നോക്കാൻ പറ്റുള്ളൂ, ഇസ്സത്ത് ഉണ്ടാവൂ.
അതുകൊണ്ട് അള്ളാഹു നിന്റെ റഹ്മത്ത് വേണം. യാ റഹ്മാൻ യാ റഹീം യാ റഹീം. അള്ളാഹുവിന്റെ റഹീം എന്ന വിശേഷണം 115 തവണയാണ് അള്ളാഹു ഉപയോഗിച്ചത്. റഹീം. അതുകൊണ്ട് മഹാന്മാർ പറയാ രാവിലെയും വൈകുന്നേരം, രാവിലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സുബഹി കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പ്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശായിന്റെ ഇടയിലായിട്ട് 115 തവണ യാ റഹീം യാ റഹീം. കാരുണ്യവാനെ, കരുണതാ റബ്ബേ, എനിക്ക് കരുണ തരണേ പടച്ചോനെ, നിന്റെ കാരുണ്യം എനിക്ക് തരണേ എന്ന നിയ്യത്തോടുകൂടെ യാ റഹീമു യാ റഹീമു യാ റഹീം. അത് 115 തവണ. ഈ എണ്ണങ്ങൾ അതിന് പ്രത്യേകത അങ്ങനെയാണ്. ഓരോന്നിനും ചില, നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഈ ചാവിന്റെ പല്ല് പോലെയാണ് ഈ എണ്ണങ്ങൾ അല്ലെ. ചാവി നമ്മൾ കോപ്പിയാണ്. അഷ്റഫ് ഇവിടെ അല്ലേ, വന്നിട്ടില്ലേ? ചാവിന്റെ മാസ്റ്ററാണ്, കുടുങ്ങിയാലും വിളിച്ചാൻ പറ്റിയ ആളാണ്. അപ്പോ അഷ്റഫിനറിയ ഈ ചാവി എങ്ങനെ വർക്ക് ചെയ്യണത്. ചാവിന്റെ പല്ല് നമ്മൾ കോപ്പി ചെയ്യാണ്, ഒരു എക്സ്ട്രാ ചാവി എടുക്കുകയാണ്. ഒരു പല്ല് കടക്കട്ടെ, ഒരു പല്ലല്ലേ, ഉറപ്പ് കൂടല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ വാതിൽ തുറയോ? ഇല്ല. അതിന് ഇത്ര എണ്ണം കണക്കുണ്ട്. ആ കണക്ക് ചില തുറയാൻ പറ്റുള്ളൂ എന്ന പോലെ ചില ഫായിദകൾക്ക് അങ്ങനെ ഈ എണ്ണം. അതുകൊണ്ടാണ് 33. എന്നാ ഒരു 43 ആയിക്കോട്ടെ, എന്റെ പകരം 10 കൂടെ. അങ്ങനെ വേണ്ട, അത് നിങ്ങൾ വേറെ ചൊല്ലിക്കോ, വേറെ 33 കൂടെ ചൊല്ലിക്കോ. ആ പറയുന്ന എണ്ണം അത് മുൻഹസിറാവണം, അത് കൃത്യമാവണം എന്നാണ്. ഇനി ചെല്ലി ഏറെ പോയിന്ന് വെച്ച് തെറ്റായിട്ടല്ല, പക്ഷെ ഓരോന്നിന്റെ ഒരു കണക്കില്ലേ, അങ്ങനെയാണല്ലോ. അള്ളാഹു താല 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ അള്ളാഹു താല സ്വർഗ്ഗലോകം കിട്ടുന്ന പറഞ്ഞ. നിസ്കാരം ഉണ്ടെങ്കിൽ അവർക്ക് ബാക്കി തെറ്റുകളൊന്നും ഉണ്ടാവില്ല എന്നാ. അപ്പൊ ജുമഅക്ക് മാത്രമേ പോവുള്ളൂ, സ്വർഗം കിട്ടുമോ? ആ 5 പല്ലില്ല ആ ചാവിക്ക്, പിന്നെ എങ്ങനെ സ്വർഗം തുറക്കാം? ഒരു പല്ലേ ആയിട്ടുള്ളൂ, അതന്നെ ഇടക്ക് വരുന്ന പല്ലാണ്, ഇടക്കൊരു കടി കുടുങ്ങലാണ്. ജുമയുള്ളൂ. അല്ലെങ്കിൽ ദുഹുർ അസറും മഗ്രിബും ഇശാവും ഉണ്ട്, സുബഹി കിട്ടില്ല, ഒരു പല്ലില്ല, പിന്നെ എങ്ങനെ വാതിൽ തുറയാ? സ്വർഗത്തിന്റെ വാതിൽ തുറയണമെങ്കിൽ 5 പല്ല് വേണ്ടേ? അപ്പൊ ആ ഒരു 5 വക്ത് 5 തന്നെ വേണം. ഓരോന്നിന്റെയും കൃത്യമായ എണ്ണം അള്ളാഹു നിശ്ചയിച്ചത് അങ്ങനെയാണ്. അപ്പൊ 115 തവണ യാ റഹീമു എന്ന് അള്ളാഹുവിന്റെ റഹ്മാനിയത്തിന് വേണ്ടി ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു റഹ്മത്ത് തരുന്നത് കാണാൻ കഴിയും. ഇത് മുജറബാണ് കേട്ടോ. ഇത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ പറഞ്ഞിട്ടൊന്നും എഴുതിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങളത് എന്ത് ചെയ്യുക, ഒരു അവസരം വരുമ്പോൾ അള്ളാഹുവിന്റെ ഒരു നല്ലൊരു റാഹത്തിൽ വുളൂക്ക് എടുത്തിട്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ടിരിക്കുക, എന്നിട്ട് ഈ ദിക്ർ ചൊല്ലി റഹ്മാനിയത്തിന്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കുക. യാ റഹീമു 115 തവണയാണ് അള്ളാഹു ആ ഇസ്മ പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 115 തവണ. പിന്നെ ദുന്യാവ് മാത്രം ചോദിക്കേണ്ട, ആഖിറം ചോദിക്കുക. ശ്വാസം നിന്നാ തീരാവുന്ന വിഷയമാണ് ഈ ദുന്യാവൊക്കെ. നമുക്ക് അവിടെ കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലേക്കാണ് കൂടുതൽ ഒരുങ്ങേണ്ടത്. എന്നാലും റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുവേ, ഈ ലോകത്ത് നന്മ തരണേ, പരലോകത്തും നന്മ തരണമേ, ഞങ്ങളെ നരകത്തു നിന്ന് കാക്കേണമേ. സത്യവിശ്വാസികളുടെ പ്രാർത്ഥന അങ്ങനെയാണ്. അപ്പൊ 2 കാര്യത്തിനും ദുആ ഇരക്കാം. യാ റഹീം, അല്ലാഹുവിന്റെ യാ ലത്തീഫ്, അല്ലാഹുവേ ലുത്ഫ് തരണേ പടച്ചവനെ. ലത്തീഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം വരുമ്പോ കൂടെ നിൽക്കുന്ന ആളുകളാണ്, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ കൂടെ നിൽക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഒരു പ്രയാസം വരുമ്പോ കൂടെ നിൽക്കുക, സാരല്ലോ സമാധാനിച്ചിരുന്നോളി, അത് വിഷമിക്കണ്ട എന്ന് പറയാൻ ഒരാൾ കൂടെ ഉണ്ടാവുക. അള്ളാഹു ലത്തീഫാൻ, അള്ളാഹുവിന്റെ ലുത്ഫ് അതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമോ എന്ന് പേടിക്കുകയാണ്, എന്തെങ്കിലും ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമോ എന്ന് ഭയപ്പെടുകയാണ്, എന്തെങ്കിലും ഒരു പ്രയാസം വരുമോ എന്ന ഒരു ഭീതി മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ യാ ലത്തീഫ് 7 തവണയാണ് അള്ളാഹു യാ ലത്തീഫ് എന്ന് പ്രയോഗിച്ചത് വിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് സ്വബാഹ മസാ, രാവിലെയും വൈകുന്നേരവും 7 തവണ യാ ലത്തീഫ് എന്ന് ഓതിയാൽ അള്ളാഹുവിന്റെ ലുത്ഫ് കിട്ടുന്നത് കാണാം. അതൊക്കെ മുജറബായ വിഷയങ്ങൾ അതിന്റെ ആലിമീങ്ങൾ അറിയിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ يسبح له ما في السماوات والأرض وهو العزيز الحكيم. هو الله 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 അവൻ അല്ലാഹുവാണ്. അൽ ഖാലിഖു, നമ്മൾ അവൻ എന്ന് പറയുന്നത് അത് അതീവ ബഹുമാനത്തോടുകൂടെ പറയേണ്ട അവൻ എന്നാണ്. നമുക്ക് അവർ എന്ന് പറയുമ്പോൾ ഒന്നിലേറെ ഉണ്ടോ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് അവർ എന്ന് അള്ളാഹിനെ പറ്റി പറയാം. അള്ളാഹുവിനെ പറ്റി താങ്കൾ എന്ന് പറയാം. അതിന്റെ ഒരു അനുചിതമായൊരു ഭാഷാ പ്രയോഗമാണെങ്കിൽ ബഹുമാനം കൊടുക്കേണ്ട വാക്കാണ്. ഓനങ്ങനെ ചെയ്യും എന്നൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുമ്പോഴും നമ്മൾ ഏകമാണ്, അള്ളാഹു ഒരുത്തനാണ് എന്ന് പറയാനാണ് അവൻ എന്ന് ഉപയോഗിക്കുന്നത്. അള്ളാഹു ആണായതിന്റെ പേരിലല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹി എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ എന്ന പ്രയോഗം. അവൾ എന്ന് പറയാൻ വയ്യല്ലോ. അവർ എന്ന് പറയുമ്പോൾ ഒന്നിലേറെ തോന്നിപ്പോകൂലേ? അള്ളാഹു ഏകനല്ലേ?
അത് എന്ന് പറയാൻ വയ്യല്ലോ, അത് ജീവനില്ലാത്ത വസ്തുക്കൾക്കും കൂടെ പറയണ വാക്കല്ലേ അത്. അള്ളാഹു ഹയ്യല്ലേ, അള്ളാഹു ജീവിച്ചിരിക്കുന്നവനല്ലേ. അതുകൊണ്ട് പിന്നെ പറയാൻ ഭാഷയിൽ ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾ വേറെ വാക്കുണ്ടേ കൊണ്ടുവരും, അപ്പൊ നമുക്കത് പറയാം. അവൻ എന്നെ പറയാൻ കഴിയൂ, അതുകൊണ്ടാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ഹി എന്നെ പറയാൻ കഴിയൂ. അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വാക്ക് വേണം. രണ്ട് ജെൻഡർലെസ് ആയ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു ആണ് പെണ്ണ്, മാസ്കുലിൻ ഫെമിനിൻ, ഇത് രണ്ടും അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. അത് രണ്ടുമല്ലാത്ത ഒന്നിന് ഹയ്യും ഖയ്യൂമുമായ ജീവനുള്ള ആഖിലായ ഹക്കീമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രോണൗൺ ഭാഷയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് പ്രയോഗിക്കുക. അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവൻ എന്ന് പറഞ്ഞു. അള്ളാഹ് ആണായത് കൊണ്ടല്ല. അപ്പൊ നമ്മൾ അവൻ എന്ന് പറയുമ്പോഴും അതീവ ബഹുമാനം കൊടുത്തിട്ടേ പറയാൻ പാടുള്ളൂ. നമ്മൾ സാധാരണ ഒരാളെ പറ്റി ഓൻ വന്നു അവൻ വന്നു അങ്ങനെ പറയരുത്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കരുതലോടെ പറയാവൂ. നമ്മുടെ സൃഷ്ടാവിനെയാണ് നമ്മൾ ഈ പറയണത്. അല്ലെ, നമ്മൾ പറയാറുണ്ട് ഇപ്പോ നമ്മുടെ കഫീലും കഫീലത്തെയും അല്ലെ, അർബാബ് അർബാബിച്ചിന്നൊക്കെ പറയില്ലേ, അവരോട് പോലും നമ്മൾ മലയാളികൾ പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കാറുണ്ട്. ആ തള്ള വിളിക്കണ്ടടാ വർത്താൻ പറയുമ്പോഴേ, ആരെ വിളിക്കണ, ഓന് ചോറ് കൊടുക്കണേ, ഓന് ശമ്പളം കൊടുക്കണ ഉമ്മയെ വിളിക്കണത്. അപ്പൊ തള്ളാന്ന് പറയണ്ട, അതൊരു സുഖമില്ലാത്ത പ്രയോഗല്ലേ. ഇതാ എന്റെ ഗഫീലത്തി വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ എന്താ പറയാ സ്പോൺസർ വിളിക്കുന്നുണ്ട്, അതൊരു റാഹത്തല്ലേ. ഇത് ആർക്കാണ്? ഇത് നമ്മളെ തന്ത കൊണ്ടേ കൊടുക്കുകയാണ്. ആരെ? സ്വന്തം അർബാബിനെ പറയണത്. അത് നമ്മളെ അറബ് വീട്ടിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണോ. അവരറിയാതെ തമാശക്ക് അതിലൊന്നും ഒരു ഇഹാനത്തോ നാണം കെടുത്താനോ നല്ല പക്ഷെ പറയുമ്പോ അതൊരു നന്ദികേടിന്റെ പ്രയോഗമാണ്. നമ്മൾ സ്വന്തം ഉമ്മാനെയും പപ്പാൻ അങ്ങനെ പറയില്ലല്ലോ. അതവർ നേരിട്ട് അവരുടെ ചെവിയിൽ കേൾക്കത്തക്ക വിധം അവർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ നമ്മൾ പറയില്ലല്ലോ. ഒരു ബഹുമാനം കൊടുക്കണ്ടേ. അപ്പൊ അള്ളാഹുവിനെ പറ്റി പറയണ പിന്നെ എങ്ങനെ പറയണം നമ്മൾ? അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ എന്ന് പറയുകയാണെങ്കിൽ പോലും ഇൻ അറ്റ്മോസ്റ്റ് റെസ്പെക്ട്, അതിയായ ബഹുമാനം കൊടുത്തിട്ടേ അത് പറയാൻ പാടുള്ളൂ എന്നാണ്. ഹു അല്ലാഹ്, അവൻ അല്ലാഹുവാണ്. ഉറുദുവിൽ ഖുദ എന്ന് പറയുന്ന വാക്ക് ഇറ്റ്സ് നീദർ മാസ്കുലിൻ നോർ ഫെമിനിൻ. അത് ഉറുദുവിലുള്ളൂ, പേർഷ്യനിലും ഫാർസിയിലും. ബാക്കി ഭാഷയിലേക്ക് ഒന്നുകിൽ മാസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ അങ്ങനെ വരും. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.